ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവർ ചെയ്ത പല തെറ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ഇനി വരുന്ന ആളുകൾക്ക് ആ തെറ്റിലൂടെ യാത്ര ചെയ്യാതെ ഇനി വരുന്ന ആളുകൾക്ക് നല്ലൊരു വിശാലമായ വഴി ഒരുക്കി സ്പീഡ് അച്ചീവ്മെന്റ് നേടാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ മുതിർന്ന ലീഡേഴ്സ് നമുക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു വെച്ചുള്ള നിർദ്ദേശം B-Cert കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മിനിമം ഒരു 10 പേരെങ്കിലും സെൽഫ് ജോയിനിങ് കൊണ്ടുവരുന്ന ആൾക്കാണ് ആദ്യത്തെ ഒരു പോയിന്റിൽ അദ്ദേഹം B-Cert തുറക്കാനുള്ള മാനദണ്ഡം ആയിട്ടുള്ളത്. ഈ 10 പേര് എന്ന് പറയുന്നത് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ഒരാൾ വന്നു, ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിച്ചു. അയാളെ നേതൃത്വത്തില് അല്ലെങ്കിൽ അയാളിന്റെ പരിചയക്കാരൊരാൾ വരുമ്പോഴും പല ആളുകളും ഈ 10ന്റെ എണ്ണത്തിൽ അയാളെയും കൂടി ചേർക്കും. അത് അയാളെ പ്രവർത്തനം കൊണ്ടാണ് ആ ഒരാൾ വന്നത്. നമ്മൾ അവിടെ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ കമ്പനി പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അയാളുടെ ഒരു ലിസ്റ്റിലുള്ള ഒരാളെയാണ് നമ്മൾ പോയി കണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ 10 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല. നമ്മൾ സ്വമേധയാ നേരിട്ട് ഒരു 10 പേരെ കണ്ട് ബോധ്യപ്പെടുത്തി ആർസിമിലേക്ക് കണക്ട് ചെയ്ത് അവരെ ജോയിനിങ് എടുക്കുന്ന ഒരു 10 പേര്, അങ്ങനെയാണ്. അങ്ങനെ 10 പേര് ജോയിനിങ്. ആ 10 പേരില് മിനിമം ഒരു 5 പേരെ വീട്ടിലെങ്കിലും ഹോം സ്റ്റോപ്പ് തുടങ്ങുന്ന ഹോം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും. അത് അല്ല മാനദണ്ഡം, ഹോം സ്റ്റോപ്പ് തുടങ്ങണം. പല ആളുകളും 5 ഹോം മീറ്റിംഗ് ഞാൻ നടത്തിയിട്ടുണ്ട്, ഹോം സ്റ്റോപ്പ് അവരുടെ വീട്ടിലുണ്ടോ? ഇല്ല. അങ്ങനെ പറയുമ്പോൾ പറ്റില്ല. ഹോം മീറ്റിംഗ് നടത്തിയാൽ അദ്ദേഹം ഇവിടെ ആർസിമില് അത്യാവശ്യം ഒരു ബേസിക് കുറച്ചു എന്ന് പറയാൻ പറ്റില്ല. ഹോം മീറ്റിംഗ് നടത്തിയാൽ അദ്ദേഹം സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഹോം മീറ്റിംഗില് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആർസിമിന്റെ മീറ്റിങ്ങിന് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എനിക്കൊരു ബിസിനസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളാണ് ഒരു ഹോം ഷോപ്പ് ആയിട്ട് ചെയ്യുള്ളൂ. വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ഒരാള് ഹോം ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആട്ടപ്പൊടിയും തവടിനും മേടിക്കുന്ന ഒരാള് ഹോം ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്ന ഹോം ഷോപ്പ് ചെയ്യണം, ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്തണം, വേണ്ട. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കാറ്റഗറിയിലേക്ക് ഒരു വ്യക്തി വരുന്നത് എപ്പോഴും ഒരു ഹോം ഷോപ്പ് ചെയ്തിട്ടായിരിക്കും. അവര് സെയിലെങ്കിലും ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മാനദണ്ഡത്തിൽ വരുമ്പോഴാണ് രണ്ടാമത്തെ പോയിന്റ്, ഒരു 5 പേരെങ്കിലും. പല ആളും പറയാറുണ്ട്, ഞാൻ 20 ജോയിൻ ചെയ്തു, എനിക്ക് B-Cert കിട്ടില്ല. 20 ജോയിനിങ് ചെയ്തു, 10 ജോയിനിങ് ആണ് മാനദണ്ഡം പറയുന്നത്, 20 എണ്ണം ഞാൻ ചെയ്തു, എനിക്ക് B-Cert എന്താ തരാത്ത? ഇഷ്ടം പോലെ കംപ്ലൈന്റുകളാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ തരാത്ത? എത്ര പേരെ വീട്ടിൽ ഹോം ഷോപ്പ് ചെയ്തിട്ടെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ആളെ വീട്ടിലും ഹോം ഷോപ്പ് ചെയ്തിട്ടില്ല. എങ്ങനെ കൊടുക്കാൻ പറ്റും? കാരണം ആ ഒരു ഹോം ഷോപ്പ് ചെയ്യേണ്ട രീതിയിലേക്ക് അവരെ കൺവെർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം പറഞ്ഞു കൊടുക്കാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ഹോം ഷോപ്പ് ചെയ്യാത്തത്. അപ്പൊ പിന്നെ ഇനി 1000 പേര് വന്നാലും അവരെ കൊണ്ട് ഹോം ഷോപ്പ് ചെയ്യിപ്പിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുമോ? ഒരു 10 പേര് വന്നിട്ട് അതിലൊരു 5 പേരെ കൊണ്ട് ഹോം ഷോപ്പ് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തൊരു വ്യക്തി ഇനി 1000 പേര് വന്നാലും അദ്ദേഹത്തിനെ കൊണ്ട് ഹോം ഷോപ്പ് ചെയ്യിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. ആ കഴിവ് കൂട്ടാനാണ്, ആ ഹോം ഷോപ്പിൽ വരെ ആ വ്യക്തിയെ എത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിവ് അദ്ദേഹത്തിൽ ഉണ്ടാവാനാണ് അദ്ദേഹത്തിനോട് ഒരു ഹോം ഷോപ്പ് ചെയ്യുന്ന മാനദണ്ഡത്തിലേക്ക് വരണം എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഈ B-Cert തുടങ്ങുന്ന ഒരാള് മിനിമം ഒരു 5000 PV സെൽഫില് ചെയ്യുന്ന ആളായിരിക്കും. ഒരു 1500 PV ചെയ്യുന്ന ഒരാള് ആർസിമിൽ സീരിയസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം അവരെ കുടുംബത്തിൽ പോലും സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവില്ല പൂർണ്ണമായിട്ട്. അപ്പൊ കുടുംബത്തേക്ക് പൂർണ്ണമായിട്ട് ന്യൂട്രി സപ്ലിമെന്റും മറ്റു രീതികളൊക്കെ മേടിച്ചാൽ 5000 മിനിമം ചെയ്യേണ്ടി വരും. പക്ഷെ കുടുംബത്തേക്ക് ഒരു 2500 PVയും 10 ആൾക്ക് കൊടുക്കാനുള്ള 2500 PVയും അങ്ങനെ തുടക്കത്തിൽ മേടിക്കുന്ന ഒരാളാണ് മുന്നോട്ട് അവരുടെ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് മിനിമം ഒരു 5000 PV ചെയ്യുന്ന ഒരാളായിരിക്കണം B-Cert തുടങ്ങാൻ അല്ലെങ്കിൽ കൊടുക്കാനുള്ള മാനദണ്ഡം അവർ പാലിക്കുന്നതിൽ ആ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതാണ് 70000 PV എങ്കിലും അവരുടെ സൈഡിൽ ഉണ്ടാവണം. പല ആളുകളും 10000 PV വരുമ്പോഴേക്കും B-Cert ഗുസ്തി പിടിച്ച്
അല്ലെങ്കിൽ ലീഡേഴ്സ് ബി സൈഡ് തുടങ്ങിക്കോളാൻ പറയുന്നു. ഇത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. എത്ര ക്ലാസ്സുകൾ കേട്ടു, എത്ര കാര്യങ്ങൾ മനസ്സിലാക്കി. ഡോക്ടർ രാജൻ സാറിന്റെ ട്രെയിനിങ് ക്ലാസ്സിൽ പല ക്ലാസ്സുകളിലും എ സൈഡ് ബി സൈഡിനെ കുറിച്ച് വ്യക്തമായ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ സൂമിലൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നിട്ടും ഇന്നലെ വന്ന ഒരു വ്യക്തിക്ക് പോലും ആർസിമിന്റെ ഫുൾ ഫോം അറിയാത്ത വ്യക്തിക്ക് പോലും ബി സൈഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൊടുക്കുന്ന ലീഡറാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്ക് അറിയില്ല അല്ലെ? കുട്ടികൾക്ക് കൊടുക്കുന്ന വിഷമാണോ, കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല ഭക്ഷണമാണോ, അവർക്ക് വളരാനുള്ളതാണോ, അവർക്ക് ആരോഗ്യത്തിന് മെച്ചപ്പെട്ടതാണോ എന്ന് കുട്ടികൾക്ക് അറിയില്ല. കുട്ടികള് എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷെ കൊടുക്കുന്ന അച്ഛനമ്മമാർക്ക് അറിയണം, ഈ കുട്ടിയുടെ ഭാവി ഞാൻ അത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും. അത് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അതിന് അറിയില്ല, അവരുടെ നല്ല സന്തോഷം, അവരുടെ നല്ല ബഹുമാനമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് അവരുടെ ബിസിനസ് കൂടാതെ വരുമ്പോൾ ഈ സന്തോഷം ബഹുമാനം പോയി ആ ലീഡറോടുള്ള നീരസം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ 70,000 BV എങ്കിലും നമുക്ക് ആസിഡിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് 70,000 BV ആസിഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരാളാണ് ബി സൈഡ് തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? എവിടെയാണ് നമ്മുടെ PV ഈ ഒരു ലെവല് അച്ചീവ്മെന്റ് ചെയ്യുന്നതിന് PV കൂടുതൽ വേണ്ടത് എവിടെയാ? ഒരു സ്റ്റാർ അച്ചീവർ ആവണമെങ്കിൽ അല്ലെ 2,80,000 ആ സൈഡിൽ വരികയും സെൽഫും ബി സൈഡും കൂടിയിട്ട് 70,000 വരുന്ന ഒരാൾക്ക് സ്റ്റാർ ആവാം. ഈ 3,00,000 PV ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കും സ്റ്റാർ ആവാം. പക്ഷെ ആ ഒരു ടീം വർക്കിലൂടെ സ്റ്റാർ ആവുന്ന ഒരു വ്യക്തി എന്താണ് 2,80,000 ആ സൈഡിൽ വരികയും ബി സൈഡിൽ 70,000 മതി. അപ്പോൾ ഏത് സൈഡിലുള്ള ഒരു സ്റ്റാർ ആവണമെങ്കിൽ നമുക്ക് PV കൂടുതൽ വേണ്ടത് എ സൈഡിൽ തന്നെയാണ്. 3:1 എന്നുള്ള കണക്കിലാണ് നമ്മുടെ ആ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, നമ്മൾ ആ ഒരു വ്യക്തി ഒരു സ്റ്റാർ ആയി റോയൽറ്റിയിലേക്ക് കടന്നാലോ, 3.5 ലക്ഷം കറ തീർന്ന് എ സൈഡിൽ വേണം, 1.25 ലക്ഷം മതി ബി സൈഡില്. അതുകൊണ്ട് ഈ എ സൈഡിന്റെ വേരാണ്, തായ് വേരാണ്, ഒരു മരത്തിന്റെ തായ് വേര് ആണ് ആ മരത്തിനെ നിലനിർത്തുന്നത്. ആ മരത്തിനെ കാറ്റും മഴയും എന്താണ് കൊടുങ്കാറ്റിലും ആ മരം ഒലയാതെ നിലനിൽക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ ബിസിനസ് എ സൈഡിൽ എത്ര ഡെപ്തിലേക്ക് ഈ ബിസിനസിനെ വളർത്താൻ നമുക്ക് സാധിക്കോ, അതിനുശേഷം നമുക്ക് എന്താണ് ബി സൈഡ് സ്റ്റാർട്ട് ചെയ്താൽ ഉലുങ്ങാതെ നമുക്ക് ഈ എന്താണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പലപ്പോഴും എന്താണ് 20,000 BV വരുമ്പോഴും 30,000 BV വരുമ്പോഴും അവര് ബി സൈഡ് പോയി തുടങ്ങുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് സംഭവിക്കുന്നത്? അവരാണ് പറയുന്നത് എന്റെ ബി സൈഡിൽ PV ഉണ്ട്. കാരണം പിന്നെ ബി സൈഡിലേക്ക് മാത്രമാണ്, എ സൈഡ് ലീഡർമാരെ ആണെന്നുള്ള ഒരു ധാരണയാണ് പല ആളുകൾക്കും. എ സൈഡിലെ PV എല്ലാവരും കൂടി ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് അത് ലീഡർമാര് ചെയ്യേണ്ടതാണ്. ചില ആള് പറയുന്നു എന്റെ ലീഡർ എനിക്ക് ഒരു ജോയിനിങ് ഇട്ടു തരുന്നില്ല. ഇട്ടു തരും. ലീഡർ അല്ല നമുക്ക് ജോയിനിങ് ഇട്ടു തരേണ്ടത്, നമ്മളാണ് നമ്മുടെ എ സൈഡും ബി സൈഡും ജോയിനിങ് കൊണ്ടുവരേണ്ടത്. ലീഡർ ആരെങ്കിലും അങ്ങനെ ഒരു ജോയിനിങ് തന്നാൽ അത് നല്ലത്, തന്നില്ലെങ്കിൽ അതിനേലും നല്ലത്. DRCM ഗുഡ് RCM. നിങ്ങളുടെ ലീഡേഴ്സ് സുജി സാറ് പറഞ്ഞു, നമ്മുടെ സ്റ്റാർ റൂബി സുജി സാറ് പറഞ്ഞു എന്താണ്, എനിക്ക് ഇന്ന് പല ആളുകളും പറയുന്നത് ലീഡേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നില്ല വളരാൻ വേണ്ടിയിട്ട്, എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ സുജി സാറ് പറഞ്ഞു വ്യക്തമായ ഒരു എനിക്ക് ഹെൽപ്പ് ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ തൊടുന്നതിനും പിടിക്കുന്നതിനും എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടല്ല ഞാൻ ആർസി ബിസിനസ്സിൽ മുന്നേറിയത്. കാരണം ആ നിർദ്ദേശങ്ങൾ കേട്ടു, പിന്നെ ഞാൻ സ്വമേധയെ ചെയ്യാൻ തുടങ്ങി. ലീഡേഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാത്തത് എന്നെ വീണ്ടും പവറാക്കി. അതുകൊണ്ട് അതൊന്ന് അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു എന്നാണ് സുജി സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. അതുകൊണ്ട് ലീഡേഴ്സിന്റെ ഹെൽപ്പ് കിട്ടിയാൽ നല്ലത്, ലീഡേഴ്സിന്റെ ഹെൽപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനേലും നല്ലത്. കാരണം എന്താണ്, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് RCMലൂടെ ഏതറ്റം വരെ വിജയിക്കാനുള്ള അറിവുകള് മുതിർന്ന ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് അവിടെ നമ്മൾ ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എ സൈഡിന്റെ പ്രവർത്തനം നമ്മളൊരു മിനിമം 70,000 PV ഉള്ള ആളാണ് ബി സൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെ, ഒരു ഓപ്പണർ അച്ചീവർ ആവണമെങ്കിൽ 20,000 മതി, സെൽഫും ബി സൈഡും കൂടിയിട്ട്.
50,000 എവിടെ വേണം? എ സൈഡിൽ വേണം. അപ്പൊ ഏത് കാറ്റഗറിയും നോക്കുമ്പോൾ നമ്മൾ നോക്കണം, ഒരു റോയൽറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒരു കിടങ്ങിൽ ചെന്ന് പെടുന്ന പോലെ ചെന്ന് പെടുന്ന സ്ഥലം ഒരു റോയൽറ്റിയിലേക്ക് കടക്കുമ്പോഴാ. അവര് പിന്നെ ഇറങ്ങാൻ പറ്റില്ല. ഒരു സ്റ്റാർ വരെ നിങ്ങൾ ആരെ നോക്കിക്കോ, ഒരു സ്റ്റാർ വരെ പലരും മുന്തി തള്ളിയെത്തും. പക്ഷെ സ്റ്റാറിൽ നിന്ന് റോയൽറ്റിക്ക് കടക്കണമെങ്കിൽ ഇത്തിരി പല ആൾക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായി ടീമിനെ ഡെവലപ്പ് ചെയ്യാത്ത ആളുകൾക്ക് അത് മറികടക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? 3.5 ലക്ഷം കറ തീർന്ന് എ സൈഡിൽ വേണം, ബി സൈഡിൽ 1.25 ലക്ഷം മതി. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ വരുമ്പോഴാണ് അവർ ബുദ്ധിമുട്ട. അങ്ങനെ വരുന്ന ആളുകളാണ് പലപ്പോഴും ആർസിയിൽ നിന്ന് വിട്ടുപോവുക. ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള് അത് വരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആളുകൾ സ്വമേധയൊക്കെ ചെയ്ത് വളരും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ബിസിനസ് വളർന്ന് സ്ഥിരതയായ ഒരു ബോണസ് മേടിക്കണമെങ്കിൽ ടീമിലൂടെ ബിസിനസ് വളർന്നാൽ മാത്രമാണ് അത് നേടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈഗിളും റണ്ണറിലും കിടന്നിട്ട് ഇങ്ങനെ എന്താണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെയ്തു. അല്ല, ഈ മാസത്തെ കമ്മീഷൻ ചെയ്തതിന്റെ കിട്ടി, അടുത്ത മാസം അത് വീണ്ടും ആ PV വന്നാലല്ലേ ആ PV ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, 70,000 PV എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മാസം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ബി സൈഡ് ഇല്ലെങ്കിൽ, അവിടെ വളരുന്നില്ലെങ്കിൽ, അവിടെ ടീം വളരുന്നില്ലെങ്കിൽ, ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് സാധിക്കില്ല. അതുകൊണ്ട് സ്ഥിരതയായിട്ടുള്ള ഒരു ബിസിനസ് വളരണം, സ്ഥിരതയായിട്ടുള്ള ഒരു വരുമാനം നമുക്ക് വരണം, സ്ഥിരതയായിട്ടുള്ള ബോണസ് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ടീമിനെ സെറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. 70,000 PV എസ്ഐകളിൽ മിനിമം ഉണ്ടാവണം. അതിന് കൂടുതലുണ്ടായാൽ വളരെ നല്ലത്. ആ സമയത്തായിരിക്കണം ബി സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഒന്നല്ലാതെ അവരെന്താണ് RC പഠിക്കുന്നതിന് മുന്നേ അത് ചെയ്യരുതെന്നാണ്. ഇനി ബി സൈഡ് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു 10 ആളെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു 10 ആളെ മുന്നിൽ നിന്നുകൊണ്ട് RC എന്താണെന്നും ഇതിന്റെ കമ്പനി എന്താണെന്നും 10 ഉൽപ്പന്നങ്ങളെ വില വ്യത്യാസം എന്താണെന്നും 10 ഉൽപ്പന്നങ്ങളെ ഗുണനിലവാരം എന്താണെന്നും RCയിലൂടെ വരുമാനം എങ്ങനെയാണെന്ന് കിട്ടുന്നതിന്റെ ഒരു ബേസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാ? അല്ലെങ്കിൽ അവരെ ബി സൈഡ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ പ്രാവശ്യം അവരെ ലീഡർക്ക് അവരെ പോയിട്ട് അവരുടെ ആളുകളെ എല്ലാം അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെ? അവരെ ഒരാളെ കണ്ടെത്തി അവരെ അടുത്തൊരു കാര്യത്തിലേക്ക് ആ ഒരു ബിസിനസിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ലീഡർക്ക് സംസാരിക്കാം, ഒരു ഹോം മീറ്റിംഗ് കൊടുക്കാം, ക്ലാസ്സുകൾ കൊടുക്കാം. പക്ഷെ ഒരാളെ കാണാനും RC എന്താന്ന് പറയാനും ഒക്കെ നമുക്ക് എപ്പോഴും ആളെ കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മിനിമം എന്താണ് RCന്റെ ഫുൾ ഫോം എന്താണ്, RCന്റെ കമ്പനി ഏതാണ്, ഈ കമ്പനിയുടെ വളർച്ച ഏത് രീതിയിലാണ്, 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം എന്താണ്, 10 ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്താണ്, ഇതിലൂടെ എങ്ങനെയാണ് പൈസ വരാനുള്ള സംവിധാനം. ഉപ്പും മല്ലും മുളകും വാങ്ങിച്ചിട്ട് എങ്ങനെ കാശ് കിട്ടും, എങ്ങനെയാണ് ഈ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്? പല ആളും പറയാറുണ്ട് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഫ്രീ എന്ന് പറഞ്ഞ് പല കടകളിൽ എഴുതി വെക്കാറുണ്ട്. അതേപോലെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രീ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഏത് രീതിയിൽ വാങ്ങിച്ചാലാണ് കിട്ടുള്ളൂ? അവിടെ മിനിമം 100 PV എങ്കിലും മേടിച്ചില്ലെങ്കിൽ അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള അവസരം ഇല്ല. എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്ര പേര് എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, 6 മാസത്തെ ഒരു ഡെമോ എത്ര പേര് കാണിച്ചിട്ടുണ്ട്? അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പലർക്കും, മുതിർന്ന ലീഡേഴ്സിന് പോലും പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പല ട്രെയിനിങ്ങിന് പോകുമ്പോ മനസ്സിലാവുന്നത്. എന്റെ ടീമിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ടീമിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നോക്ക, അപ്പോൾ പല മുതിർന്ന ലീഡേഴ്സിന് പോലും ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ലാതെ ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ ചെയ്താലാണ് കിട്ടുക, എന്ത് ചെയ്താൽ കിട്ടാനുള്ള സാധ്യതയില്ല, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, എത്ര PV ആണ് അതിന് ചെയ്യേണ്ടത്, അതിന് സ്ലാബ് എന്താണ്, ആ സ്ലാബില് എങ്ങനെ വ്യത്യാസപ്പെടുമ്പോൾ അതെന്താണ് വരുന്നത്, ഗ്രോത്ത് കൂടിയാൽ ആ സ്ലാബിന്റെ അടുത്ത സ്ലാബിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ അത് കിട്ടുമോ? ഇതൊക്കെ ആളുകൾക്ക് സംശയമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ പോലും അറിയുന്നില്ല. അപ്പോ മിനിമം എന്താണ് RCM, മറ്റു കാര്യങ്ങൾ, ഒരു 10 ആളെ മുന്നിൽ നിന്ന് അല്ല, ഒരു ഹോം മീറ്റിങ്ങിന് ലീഡർ നോക്കിയിരിക്കേണ്ടി വരരുത്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം പ്രാപ്തനാണോ, ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? അടുത്ത പോയിന്റ് ആണ്. ഈ ബി സൈഡ് കൊടുക്കുമ്പോൾ അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? പല ആളുകളുണ്ട്, എന്താണ് ആളും തരം നോക്കി ഇത്തിരി പൈസക്കാര് വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തിരി ഗഡ്സ് ഉള്ള ആളുകൾ വരുമ്പോഴും പല നെറ്റ്വർക്ക് ചെയ്ത ആളുകൾ വരുമ്പോഴും അവരൊക്കെ വന്നിട്ട് ഇപ്പൊ മല മറയ്ക്കും എന്നുള്ള രീതിയിൽ പല ആളുകളും
ആളും തരം നോക്കി ലീഡേഴ്സ് ബി സൈഡ് കൊടുക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ആളും തരം നോക്കി ബി സൈഡ് കൊടുത്തുകൊണ്ട് ഇനി മജിസ്ട്രേറ്റ് വന്നാൽ പോലും ആർസിയും പഠിക്കാതെ ആർസി ബിസിനസ്സിൽ വളരാൻ പറ്റില്ല. അതെന്റെ 8 വർഷത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പല കൊല കൊമ്പന്മാരും ഇപ്പൊ മലമറയ്ക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അവരൊക്കെ കൊമ്പ് കുത്തി നിന്നിട്ടുള്ളൂ. അവരൊന്നും ഇന്ന് ആർസിമിൽ ഇല്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ, എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ. ആരാ പറഞ്ഞത്? മുകേഷ് അംബാനി പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ. പഠിക്കാൻ തയ്യാറായി. അത്യാവശ്യം അറിവുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിന് മുന്നിൽ അവരുടെ അറിവുകള് പകർന്നു കൊടുത്തു. അവരൊക്കെ ഇന്നും അദ്ദേഹത്തിന്റെ ജോലിക്കാരാണ്. അദ്ദേഹം ഇന്ന് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ധനികനായിട്ട് മാറിയിരിക്കും. DRC ഗുഡാർസിയം. അതുകൊണ്ട് എനിക്കും എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ അല്ല, എനിക്കൊന്നും അറിയില്ല എന്നോട് പറയൂ, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ആളുകള് കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാണ് കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റും. അവര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ ബി സൈഡ് കൊടുക്കുന്ന ആള്? അവര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് മാത്രം പോരാ, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളാണോ എന്ന് നോക്കിയിട്ട് വേണം. ഇത്രയും മാനദണ്ഡങ്ങള് മിനിമം അല്ലെ, ഇത്രയും മാനദണ്ഡങ്ങൾ മിനിമം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കണം ബി സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു 95% ആളുകള് ആ ബി സൈഡിനെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള ആളുകളായിട്ട് മാറും. ബാക്കി 5% അവരുടെ ശ്രദ്ധ കുറവുണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടോ അവർ ചിലപ്പോ ആർസിമിൽ വിജയിക്കാൻ തിളങ്ങാതിരിക്കാൻ കാരണമാവും. പക്ഷെ 95% ആളുകള് ഈ ഒരു മാനദണ്ഡം പാലിച്ച് ആ പാലിച്ചതിന് ശേഷം അവർക്കൊരു പക്വത വന്ന് അവർക്ക് ആ കാര്യങ്ങള് അവരെ കൂടെ വരുന്നവരെ വളർത്താനും ഉയർത്താനുള്ള അറിവുകള് തറവാട്ടിൽ നിന്ന് തന്നെ, തറവാട്ടിൽ നിന്ന് ഏതാ ഏസൈഡായ തറവാട്ടിൽ നിന്ന് തന്നെ പഠിച്ച് വേറൊരു വീട് വെച്ച് മാറി താമസിച്ചാൽ അവിടെ പട്ടിണി ഇല്ലാതെ ജീവിക്കാം. തറവാട്ടിൽ അച്ഛൻ്റെ അമ്മേരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും പ്രവർത്തനം കൊണ്ട് കുടുംബം നോക്കിയിരുന്ന ആളുകള് ഒരു പണിയും ചെയ്യാതെ ഇവിടെ ജീവിച്ചു പോകുന്ന ആളുകൾ ഒരു കുടുംബമായിട്ട് മാറുമ്പോഴാണ് ആ കുടുംബത്തില് ഉപ്പും മല്ലിയും മുളകും മേടിക്കണമെങ്കിൽ അവിടെ പണിക്ക് പോകണം, പണി അറിയണം. പണി കുടുംബത്തിൽ നിൽക്കുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പഠിക്കണം. എന്നാലാണ് അവിടെ വളർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറെ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും, ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. അത് ടീമായിട്ട് കൺവെർട്ട് ആക്കാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം വ്യക്തമായ ധാരണയില്ലാതെ ബി സൈഡ് നമ്മുടെ ടീമിൽ കൊടുക്കുന്നു. മേശപ്പൂവിന്റെ കത്തല് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് 1 മണിക്കൂർ നിന്ന് കത്തുന്നു. മേശപ്പൂവിന് 1 മണിക്കൂർ നിന്ന് കത്തുവോ? മേശപ്പൂവ് കത്തിച്ചുള്ള ആളുകളായിരിക്കും. അപ്പൊ ചില മേശപ്പൂവിന്റെ വന്ന വഴിക്കുള്ള കത്തല് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇപ്പൊ ബി സൈഡ് തുടങ്ങി കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ അയാള് പിന്നെ എനിക്ക് കൈയും കാലും നീട്ടിയിരുന്നാ മതി, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. തെറ്റ് പറയാൻ പറ്റോ? തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അത് നാളെ അതൊരു തലവേദനയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവര് പല അങ്ങനെ ബി സൈഡ് കൊടുത്ത ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇത്രയൊക്കെ ധാരണയോട് കൂടിയിട്ടാണ് ബി സൈഡ് കൊടുക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇനി ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഇതുവരെ എൻ്റെ കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കാത്തത് എൻ്റെ കുറവാണ്. അവരെ വളർത്താനും അവർക്ക് വളരാനുള്ള അവസരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും എനിക്ക് അറിവില്ലാത്തതാണ്. എനിക്ക് ഒരാളെ ഡീല് ചെയ്ത് എനിക്ക് അറിവില്ലാത്തതാണ്, ഒരാളെ മീറ്റിങ്ങിന് വിളിച്ച് എനിക്ക് അറിവില്ലാത്തതാണ്, ഒരാളെ ട്രെയിനിങ് കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുള്ള ഒരു അറിവില്ല ഇല്ലാത്തത് കൊണ്ടാണ്, ഒരാളെ എങ്ങനെ ഹോം മീറ്റിംഗ് നടത്തണം, ഒരാളെ എങ്ങനെ ഹോം ഷോപ്പ് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് അറിവില്ലാത്തതാണ്. എൻ്റെ ടീമിൽ അത് കൊണ്ടെത്തിക്കാൻ പറ്റാത്ത കുറെ ആളുകൾ ജോയിനിങ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ അവരെ കൊണ്ടൊരു പ്രവർത്തനം എനിക്ക് ചെയ്യിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ഞാൻ അതില് പ്രാപ്തനായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്ന് എത്ര പേര് പറഞ്ഞു. അവര് 1 വർഷം പോയിട്ടുണ്ടാവും, അവര് 2 വർഷം പോയിട്ടുണ്ടാവും, അവര് ചിലപ്പോൾ ആർസിമിൽ നിന്ന് തന്നെ വിട്ടുപോയിട്ടുണ്ടാവും. അതിന് കാരണം ആരാണ്? കാരണം നമ്മളായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ നേരിട്ടുള്ള അറിവില്, എന്നോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ നേരിട്ടുള്ള അറിവുകള് ഈ നമ്മുടെ ഡോക്ടർ രാജ് സാറും ഗിരീഷ് സാറും പറഞ്ഞിട്ടുള്ളതായ മാനദണ്ഡം
പാലിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ എൻ്റെ നേരിട്ടുള്ള B-side കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, കൊടുത്ത ആളുകളിൽ 95% അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകള് ഇന്ന് എൻ്റെ ഒപ്പം ലീഡേഴ്സ് ആയിട്ട്, പവർഫുൾ ലീഡേഴ്സ് ആയിട്ട് എൻ്റെ ഒപ്പം ഉണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു പ്രതിസന്ധികളില്ല. അവരിന്ന് സന്തോഷത്തോടു കൂടി ബിസിനസ് ചെയ്യും. പക്ഷെ പല ആളുകളും ഇത് ഈ പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണ് അടച്ച് കുടിക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ചില ആളുകൾക്ക് B-side കൊടുത്ത ആളുകൾക്ക് ഇന്ന് കെടുന്നൊഴയാണ്. ഇങ്ങനെ പാമ്പ് അല്ല, ഈ ചേനത്തണ്ടിന്റെ അടി കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ഇങ്ങനെ ഒഴയും. അതേപോലെ ഇന്ന് ബിസിനസ്സിൽ ഒഴയുന്നത് കാണാൻ സാധിക്കും. ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, പക്വത ഒരു വളരെ പ്രധാനമാണ്, വകതിരിവ് അതൊരു വളരെ പ്രധാനമാണ്. അത് കുടുംബത്തിലായാലും ജീവിതത്തിലായാലും ആർട്സും ബിസിനസ്സിലായാലും അത്യാവശ്യം ഒരു വകതിരിവില്ലാത്തന്റെ കയ്യില് അല്ലെ, ഒരു വകതിരിവില്ലാത്തന്റെ കയ്യിൽ ഒരു തോക്ക് കൊടുത്താലോ, ഈ തോക്ക് എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ തോക്ക് കൊടുത്താൽ ഒന്നില്ലെങ്കിൽ കൊടുത്ത ആളെ തന്നെ അവൻ കാഞ്ചി വലിച്ച് അവന്റെ ജീവൻ കളയും. അതല്ലെങ്കിൽ ഈ തിരിച്ചു തോക്ക് പിടിച്ച് കാഞ്ചി വലിച്ചാലോ അത് അവനവന് തന്നെ ദോഷമാവും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അതുകൊണ്ട് തോക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അതിന്റെ ബേസിക് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അപകടങ്ങളില്ലാതെ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ബേസിക് ആയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തതിന് ശേഷം B-side കൊടുക്കുക. ഈ പറഞ്ഞ മാനദണ്ഡങ്ങള് നമ്മൾ പാലിച്ചിട്ട് B-side കൊടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ ഈ മാനദണ്ഡങ്ങൾ ഒന്ന് തമ്പടിക്കാൻ പറ്റുമോ? ഈ മാനദണ്ഡങ്ങള് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? 10 പേരെ ജോയിനിങ് കൊണ്ടുവരണം. ജോയിനിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു 5 പേരെങ്കിലും ഹോം ഷോപ്പ് കൊണ്ടുവന്ന് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം. മിനിമം ഒരു 5000 PV ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരാളായിരിക്കണം. 5000 PV മാത്രം ചെയ്താൽ പോരാ, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളായിരിക്കണം. മിനിമം ഒരു 70,000 PV ആ സൈഡിലുള്ള ആൾക്കാണ് നമുക്ക് എന്താണ് B-side കൊടുക്കാനുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള മാനദണ്ഡത്തില് അവരെ മിനിമം ഒരു 70,000 PV എങ്കിലും കൊണ്ടുവരണം. മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യണം. 10 ആളെ മുന്നിൽ നീർന്നു നിന്ന് എന്താണ് RCM എന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാനും, എന്താണ് കമ്പനി എന്ന് പറഞ്ഞു കൊടുക്കാനും, ഇതിലൂടെ എങ്ങനെ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാനും, ഉപ്പും മല്ലും മുളകും മേടിച്ചാൽ ഇങ്ങനെ ഒരു അവസരം എന്തുകൊണ്ടാണ്, ഇതെന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധാരണ, ബേസിക് ആയ ഒരു ധാരണ ഉള്ള ആൾക്കാണ് B-side വളർത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്നായിരുന്നു പറയും, പിന്നെ പട്ടിക്ക് മുഴന്താങ്ങിയും കിട്ടിയവരെന്നും പറയും. ഇരുന്നോട്ടെ, നല്ല പഞ്ചിന് നല്ലതാ, ഗുണം ചെയ്യും. ഞാനിത് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആരും എന്നോട് വിഷമം വിചാരിക്കില്ല. പക്ഷെ എല്ലാവരും RCMല് വരുന്നവരും കടന്നു വരാത്തവരും എല്ലാവരും RCMന്റെ ഒരു നേട്ടം, അവരെ കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം സുന്ദരമാക്കണം എന്ന് TCGയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആ ഒരു പ്രവർത്തനം, ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നല് നിങ്ങളുടെ നല്ലതിനാണ്. അങ്ങനെ നിങ്ങൾ അത് പാലിക്കാത്തത് കൊണ്ടല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാ. തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ തയ്യാറായാൽ എനിക്ക് അതിന്റെ ഒരു PVയോ എനിക്ക് അതിന്റെ 10ന്റെ പൈസയോ ആരും തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം, ഇത് ചെയ്യാത്ത ആളുകളുടെ ആ ഒരു ചേനത്തണ്ടന് അടി കിട്ടിയ മാതിരി കിടന്ന് ഉഴയുന്ന പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് നാളെ നമ്മുടെ ടീമിൽ ഇല്ലാതിരിക്കാൻ ഈ ഒരു ക്ലാസ് ഒരു പക്ഷെ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇനി മാനദണ്ഡത്തിലൊക്കെ തുടങ്ങി, എല്ലാ മാനദണ്ഡങ്ങളും തുടങ്ങിയിട്ടാണ് ഞാൻ B-side തുടങ്ങിയത്. ലീഡർമാർ പറഞ്ഞപ്പോഴാണ് ഞാൻ B-side തുടങ്ങിയത്. എന്നിട്ട് എന്റെ ബിസിനസ് കൂടുന്നില്ല. അങ്ങനെ ഉണ്ടാവും അടുത്ത കാറ്റഗറി, അങ്ങനെ ഉണ്ടാവും അടുത്ത കാറ്റഗറി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡം നമ്മൾ എത്ര കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്? ഏതൊക്കെ മാനദണ്ഡം? നമ്മുടെ ബിസിനസ് B-side തുടങ്ങിയിട്ട് മാനദണ്ഡം ഞാൻ പാലിച്ചിട്ട് എനിക്ക് B-side കിട്ടി. B-side കിട്ടിയതിന് ശേഷം ഈ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ? ഈ RCM ഗുഡ് RCM B-side കിട്ടാൻ വേണ്ടി ഈ മാനദണ്ഡം പാലിക്കുന്നവർക്കാണ് B-side കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ B-side കിട്ടിയതിന് ശേഷം അല്ലെ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണാലോചിച്ച് പെണ്ണ് ഉറപ്പിച്ചിട്ട് പെണ്ണാലോചിക്കുന്ന സമയത്ത് പണിക്ക് പോവും. എന്താ കാരണം? ചെക്കൻ പണിക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടോ? ചെക്കൻ പണിക്ക് പോകാത്ത ചെക്കനാണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. അവിടെ അച്ഛൻ്റെ അമ്മേരെ തണലിലാണ് ജീവിക്കുന്നത്. ചെക്കന് 30 വയസ്സായി, ചെക്കൻ പണിക്കൊന്നും പോകുന്നില്ല, ആ ചെക്കന് പെണ്ണ് കിട്ടോ?
അത് ബോധ്യമുള്ളവൻ കല്യാണ ആലോചന തുടങ്ങുമ്പോൾ തന്നെ പണിക്ക് പോയി തുടങ്ങും. എന്തിനാ? ആളുകളെ ബോധിപ്പിക്കാനാ. ആലോചനയ്ക്ക് വരുമ്പോ ചെക്കൻ പണിക്ക് പോകുന്ന ചെക്കനാന്ന് അറിയിക്കാനാ. അത് കഴിഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? ആ പണിക്ക് പോകുന്നതിലൂടെ ആളൊരു ശീലമായിട്ട് മാറി ആ ഒരു പണിക്ക് അദ്ദേഹം തുടർന്ന് പോയി അതൊരു ശീലമായിട്ട് മാറും. അദ്ദേഹം കല്യാണം കഴിഞ്ഞാലും പണിക്ക് പോയി തുടങ്ങും. അല്ലെ? ഒന്ന് റൂട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ ഒരു നേട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആവശ്യകതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആള് പിന്നെ തുടർന്ന് പണിക്ക് പോകും. ചില ആളുകൾ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് പണിക്ക് പോവാം. അപ്പൊ ചില ആളുകൾ ഈ ബി സൈഡ് കിട്ടാൻ വേണ്ടി, ലീഡർമാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്തപ്പന ആ ചിന്തയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ചില ആളുകള്. എന്താണ്? പിന്നെ ഹോം ഷോപ്പിന്റെ ഉള്ളില് കരടി കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലെ കരടിയല്ല, ഒരു ബൊമ്മയായ ആ കരടി അത് മുന്നുണ്ടായിരുന്നു. ജീപ്പ്, കല്യാണത്തിന്റെ ആ പഴയ നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ രസം തോന്നും, അങ്ങനെ ഒരു ഫോട്ടോ എന്ന് വേണ്ട. ആ ഷോക്കേസില് ആ ഒരു ഹോം ഷോപ്പ് തുടങ്ങി അതിന്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ബി സൈഡ് കിട്ടി, അതുകൊണ്ട് ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അവിടെ പിന്നെ ചെല്ലുമ്പോ പല ആളുകളുടെ വീട്ടിലും അവിടെ ബൊമ്മയും കരടിയും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അവര് പിന്നെ മീറ്റിങ്ങിന് വരുന്നത് ചുരുക്കമായിരിക്കും. എന്താ കാരണം? ബി സൈഡ് കിട്ടില്ലോ, ഇനി ഇത് കൊണ്ടുപോവാം എന്നുള്ളതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞു, തുറന്നിട്ടു, വെള്ളം തുറന്നിട്ട് കഴിഞ്ഞു, ഇനി എനിക്ക് തിരിച്ചു കൊണ്ടുപോവാം എന്നുള്ളതാണ്. പല ആളുകളും ട്രെയിനിങ്ങിന് വരില്ല. അത്ര നാളുകൾ ഇത് കാണിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് വന്നു. പല ആളുകളും ഹോം മീറ്റിങ്ങിന് വരുന്നു, പക്ഷെ അതിനുശേഷം ഒന്നും നടക്കുന്നില്ല. ഇനി ടീം നടത്തണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ലെ? ബി സൈഡ് തുടങ്ങും. ഇനി ബി സൈഡിലുള്ളവര് എ സൈഡിൽ ഇപ്പൊ അത്യാവശ്യം ബി ഉണ്ട്. ഇനി ബി സൈഡില് ഉള്ള ആളുകള് എന്ത് ചെയ്യണം എന്നുള്ളത്, ബി സൈഡിലുള്ള ആളുകള് എന്ത് ചെയ്യണം എന്നുള്ളത് അത് അവര് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കാത്തതിന്റെ കാരണം പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, ഈ വ്യക്തി ആചരിച്ചു കാണുന്നില്ല. ഏതെങ്കിലും ടീമംഗങ്ങൾ അവരുടെ വീട്ടിൽ വരുമ്പോൾ ഈ ലീഡറുടെ വീട്ടിൽ ഹോം ഷോപ്പ് ഇല്ല, ലീഡറുടെ വീട്ടിൽ പ്രൊഡക്റ്റുകളില്ല, ലീഡറുടെ വീട്ടിൽ ഡിസ്പ്ലേകളില്ല. ടീമംഗങ്ങൾ വിജയിക്കുന്ന കാര്യത്തില് ഒരു മീറ്റിംഗ് വരുമ്പോൾ അവിടെ ലീഡർ ഇല്ല. ടീമുകൾ വിജയിക്കുന്ന കാര്യത്തിൽ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്സിന് വരുമ്പോൾ, താമസിച്ചുള്ള ട്രെയിനിങ് ക്ലാസ്സിന് വരുമ്പോൾ അവിടെ ലീഡർ ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് പോവാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അയാൾക്ക് അച്ചീവർ ആവാനാണ് ഈ പരിപാടി. തുടക്കക്കാർ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനെ അങ്ങട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആളൊന്നാവണം എന്നുള്ള തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് നമ്മൾ തുടർന്ന് ചെയ്യുകയും നമ്മുടെ ടീമില് ഉള്ള ആളുകളോട് ആ സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനം തുടർച്ചയായിട്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അവിടെ വളരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ബി സൈഡ് തുടങ്ങാനല്ല ഈ മാനദണ്ഡങ്ങള് നമ്മൾ പാലിക്കണം എന്ന് പറയുന്നത്. ആ വ്യക്തി ആർസിം ബിസിനസ്സിൽ നല്ല രീതിയിൽ വളരാൻ ആ വ്യക്തി പ്രാപ്തനാവാൻ വേണ്ടിയിട്ടാണ്, ടീമിനെ വളർത്താനുള്ള പ്രാപ്തനാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രാപ്തനായി കഴിഞ്ഞാൽ പിന്നെ പണിക്ക് പോകണ്ട എന്ന് പറയുന്നത് ഏത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ? പണിക്ക് പോകാനുള്ള പ്രാപ്തനായി, നല്ല പണിക്കാരനാണ്, പണിക്ക് പോകണില്ലെങ്കിലോ GRCയും ഗുഡ് RCയും ഞാൻ പ്രാപ്തനാ, എനിക്ക് എല്ലാ പണികളും അറിയാം, മരപ്പണി, പക്ഷെ ഞാൻ പണിക്ക് പോകണില്ലെങ്കിലോ ഒരു പണി ഞാൻ എന്റെ ജമ്മത്ത് കാലത്ത് ചെയ്യണില്ല. എന്തെങ്കിലും നേരണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യണ്ട. ആണ് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പ്രശ്നം. ഇനി മൂന്നാമത്തെ കാറ്റഗറി, ഈ കാക്ക ചില തേങ്ങപ്പൂള് കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട്. അല്ലെ? തേങ്ങപ്പൂള് കൊത്തി കാക്കയുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആ പരിസരത്തൊന്നും കാക്കരിക്കില്ല. ഈ കാക്ക ഓടി പറന്ന് കൊണ്ടുപോയി എല്ലാരും കാണാത്ത തെങ്ങിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് കൊത്തി പറക്കി തിന്നുന്നതാണ്. ചില ആളുകൾ ബി സൈഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാക്കൊണ്ട്, കാരണം ഇതാണ് ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ അവസരം. ഇനി പിന്നെ എ സൈഡും ഇല്ല, ലീഡർമാരും വേണ്ട, ആരും വേണ്ട, ക്ലാസ്സും വേണ്ട, ഇനിയിപ്പൊ ഞാൻ മല മറിച്ച് കാണിച്ചുതരാം. സത്യം പറയുന്നതല്ല, അവര് ദോഷം പറയുന്നതല്ല, അവര് കുറെ ആളുകൾക്ക് ജന്മം കൊടുക്കും, പക്ഷെ ഒറ്റ എണ്ണം കുരുടിപ്പ് മാറിയുള്ള ആളുകൾ ആരും ഉണ്ടാവില്ല. കാരണം അപ്പൊ കുരുടിച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? ഈ കൊണ്ടുപോയ ആൾക്ക് ഇതെന്തിന് എങ്ങനെ വളർത്തണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഇങ്ങോട്ട് മല മറിക്കാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലെ? വാഴക്കന്ന് 100 എണ്ണം വെച്ചു, ഒറ്റെണ്ണം
വേണ്ടത്ര രീതിയിൽ വളരുന്നില്ലെങ്കിലോ ഒക്കെ കൂമ്പടച്ചിക്ക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം വളർന്നു തന്നെ അങ്ങോട്ട് വേണോ വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുന്നത്. എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഈ ഒരു അത്യാവശ്യം ഒരു വാഴക്കന്ന് വെച്ച് കൃഷി ചെയ്യുന്ന ആൾക്ക് ഏത് സമയത്താണ് വളരേണ്ടത്, ഏത് സമയത്താണ് ചെത്തിമൂടേണ്ടത്, ഏത് സമയത്താണ് എന്തൊക്കെ അതിന് പരിപാലിക്കേണ്ടത്, അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ 100 വാഴക്കന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഫലം കിട്ടാൻ വയർക്കും, ഫലം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന അർത്ഥം. അപ്പൊ പല ആളുകളും എന്താണ്, ബി സൈഡ് കിട്ടി, ഇനി ഞാൻ എന്റെ ടീമും, ഇനി ലീഡർമാരെ അവിടേക്ക് ആവശ്യമില്ല, ലീഡർമാരെ തൊടിക്കില്ല. എന്താ കാരണം? പല ലീഡേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്ന ആളെ ലീഡർക്ക് വിളിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു, ഞാൻ ഡീൽ ചെയ്തോളൂ, ലീഡർ എന്തിനൊക്കെ വിളിച്ചേ എന്ന് ചോദിക്കുന്ന മിടുക്കന്മാരായ ചില ലീഡർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പരിതാപകരം എന്നല്ലാതെ എന്ത് പറയാനാ? സുഹൃത്തുക്കളെ, എന്റെ ബി സൈഡ് വളർത്തിയത് ഞാനല്ല, എന്റെ ബി സൈഡ് വളർത്തി തന്നത് എന്റെ ലീഡേഴ്സാ. ഗിരി സാറ് തുടക്ക സമയത്തൊക്കെ ഞാൻ അതിന് അവസരമൊരുക്കി. അല്ലെ, നമ്മളൊരു കണക്ടർ ആവണം, ഒരു തുടക്ക സമയത്ത് ചാർജ് ചെയ്യേണ്ട കാര്യം ബിജു സണ്ണി മേഡം പറഞ്ഞു. ചാർജ് ചെയ്യേണ്ട കാര്യം ഒരു 5 മിനിറ്റ് കൂടി എടുക്കും, അത്ര എടുക്കുള്ളൂ. ഒരു ചാർജ് ചെയ്യേണ്ട കാര്യം ബിജു സണ്ണി മേഡം പറഞ്ഞു. അവിടെ നമ്മൾ നോക്കണം, ചാർജ് ചെയ്യുമ്പോൾ ഒരു മൊബൈലാണെന്ന് വിചാരിച്ചോ, അതായത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ചാർജ് ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒരു മൊബൈൽ കുത്തുന്ന മാനദണ്ഡത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, പ്ലഗ് കാണുന്നിടത്ത് ചാടി കയറി കുത്തിയാൽ ചാർജ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പ്ലഗ് കാണുന്നിടത്ത് ചാടി കയറി കുത്തിയാൽ ചാർജ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്താ കാരണം? പല ആളുകളും ആർസിമുകാരായിട്ട് കേട്ടാ മതി, അവിടെ കയറി കുത്തും. ആ ചാർജ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ? അവിടെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അടിച്ചു പോവോ, അല്ലെങ്കിൽ ഏത് പ്ലഗ് ആണ് കുത്തേണ്ടതെന്ന് പലർക്കും അറിഞ്ഞിട്ടില്ല. പല ക്രോസിലുള്ള പ്ലഗില് അവിടെ തന്നെ ഉള്ള ആളുകൾക്ക് ചാർജ് കൊടുക്കാനില്ല, അദ്ദേഹത്തെ തന്നെ ചാർജ് ഇല്ലാണ്ട് നിൽക്കുക. ആ പ്ലഗിലാണ് നമ്മുടെ ടീമിനെ കൊണ്ടുകുത്തുന്നത്, നമ്മൾ കൊണ്ടുകുത്തുന്നത് ചാർജ് ആവാൻ. ചില ആളുകളുണ്ട്, അതോ കുത്തുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ, അതോടുകൂടി കഴിഞ്ഞു, പിന്നെ ആർക്കും ബിസിനസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് പ്ലഗ് കൃത്യമായി ചാർജ് ഉള്ളതാണോ? ചാർജ് ഇല്ലാത്ത പ്ലഗിൽ കുത്തിയിട്ടാണ് പല ആളുകളും ഇന്ന് കാലം കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം, അതിൽ കറണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ കറണ്ട് ഈ ഒരു സിസ്റ്റത്തിന് പാകമായിട്ട് കിട്ടുന്നതാണോ, അതൊന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തത്, നമ്മൾ എന്താണ്, ആ ഒരു അഡാപ്റ്ററിന്റെ അല്ലെ, ആ പ്ലഗിൽ കുത്തുന്ന 2 പിന്നിന്റെ കൂടെ ഒരു വയറിന്റെ പിന്നുണ്ട് അല്ലെ, അതിന്റെ ഒരു തലയാണ് നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ആവുന്നത്. അപ്പോൾ പ്ലഗ് ഉണ്ടാവണം, പ്ലഗ് നമ്മൾ കണ്ടെത്തണം. ആ പ്ലഗില് അഡാപ്റ്റർ 2 പിന്ന് ഇങ്ങനെ കുത്തുന്ന അഡാപ്റ്റർ ഉണ്ട്, അതിന്റെ പിന്നാമ്പുറത്ത് ഒരു വയറുണ്ട് അല്ലെ, ഇത് ഇവിടെ കണക്ട് ചെയ്യണം, ഈ വയറ് മൊബൈലിൽ കണക്ട് ചെയ്യണം. സത്യത്തില് നമ്മുടെ ബി സൈഡിനെ കണക്ട് ചെയ്യുന്ന വയറാവാനേ നമ്മൾ പാടുള്ളൂ. ക്ലിയർ ആയോ? നമ്മുടെ ടീമിൽ ഒരാളെ ഉയർത്തണം, നമ്മുടെ ബി സൈഡ് ഉയർത്തണം, നമ്മുടെ ടീമിൽ ഒരാളെ ബി സൈഡിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ ബി സൈഡിൽ ഒരാളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പഠിച്ച പണി 18 നോക്കി കഴിഞ്ഞാൽ പോരാ, അവിടെ ലീഡേഴ്സിനെ കണക്ട് ചെയ്യിപ്പിക്കണം, ലീഡേഴ്സിന് അവസരം ഒരുക്കി കൊടുക്കണം, ഹോം മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യണം, ഹോം മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്ത് ലീഡേഴ്സിനെ കൊണ്ട് അവസരം ഒരുപ്പിക്കണം, ലീഡേഴ്സിനെ കൊണ്ട് അവരെ എഡിഫിക്കേഷൻ അവര് ഓട്ടോമാറ്റിക് അവിടെ വരും. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമ്മൾ തന്നെ മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരുന്നാൽ തുടക്കത്തിലൊക്കെ കേൾക്കും, പിന്നീട് നമ്മളേലും കൂടുതൽ അറിവുകളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവുന്ന പക്ഷം അവര് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അവിടെ കൊണ്ടുവരണം. തുടക്ക സമയത്തൊക്കെ ഗിരി സാറൊക്കെ ഷൈൻ ബാബു സാറിനും സുന്ദർ സാറിനൊക്കെ വേണ്ടി എത്ര ക്ലാസ് തരാനായിട്ട് വന്നു. ആ ക്ലാസ് തരാൻ ഗിരി സാറ് വന്നതല്ല, ഞാൻ ഒരുക്കി അവിടെ ലീഡേഴ്സിന്റെ ക്ലാസ് കൊടുപ്പിച്ചു. ഞാനൊരു കണക്ടറായിട്ട് മാറി, ഞാൻ സൈലന്റ് ആയിട്ട് നിന്നു, ഞാൻ അവസരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ ക്ലാസ്സിന് ശേഷം ഫോളോ അപ്പ് ചെയ്തു. അവിടെ ലീഡേഴ്സിന്റെ ഇടപെടല്. പല ആളും പറയുന്നുണ്ട്, എന്റെ ലീഡർമാരെ വിളിച്ചു പോകരുത്, എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്താണ് വിലക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല.
ലീഡർമാരെ വിളിച്ചാൽ നിങ്ങളുടെ ബിസിനസ് ദോഷമാകും എന്ന് തോന്നുന്ന ആളുകൾ ആർസി ബിസിനസ്സിൽ അവരേത് കൊലകൊമ്പനായാലും മുട്ടുകുത്തും എന്നുള്ളതിൽ സംശയമില്ല. ലീഡർമാരെ ഒഴിവാക്കി അല്ലെങ്കിൽ ലീഡേഴ്സിനെ ഒഴിവാക്കി നമ്മുടെ ടീമിനെ വളർത്താം എന്ന് ചിന്തിച്ചാൽ വളരില്ല. പ്രത്യേകിച്ചും ബി സൈഡ് വളരില്ല. കാരണം അവിടെ ലീഡേഴ്സിന്റെ കണക്ഷൻ ആണ് അവിടെ വളരാ. ആ ഒരു കണക്ഷൻ നമ്മുടെ എത്ര ടീമിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നോ അവിടെയാണ് വളരുക എന്നുള്ളൊരു തത്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ബി സൈഡില് ഒരു വളർച്ച ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങള് നമ്മളൊന്ന് പാലിക്കാൻ തയ്യാറാവണം. അവിടെ ഡോക്ടർ രാജൻ സാറ് പറഞ്ഞതിന്റെ രീതിയിൽ ഒരു ലീഡർ എങ്ങനെയാവണം, എങ്ങനെ ലീഡേഴ്സിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ഒരു വിഷയം എടുത്ത ഒരു ക്ലാസ് യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ആ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കണം. അവിടെ കൃത്യമായി ലീഡേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ രാജൻ സാറിന്റെയും ഗിരീഷ് സാറിന്റെയും നിർദ്ദേശപ്രകാരം ഞാൻ സ്റ്റാർ ആൻഡ് അബോവിന് കൊടുത്ത ഒരു ക്ലാസ് ആണ്. ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം, എന്തുകൊണ്ടാണ് ബിസിനസ് വളരാത്തത്, ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ധാരണ പല ആളുകൾക്കും ഇല്ലാത്തതാണ് ടീമില് എ സൈഡ് ആയാലും ബി സൈഡ് ആയാലും വളരാൻ സാധ്യത ഒരുങ്ങാത്തത്. അതുകൊണ്ട് ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം 4 കാറ്റഗറി ആളുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഞാൻ ഏത് കാറ്റഗറി ആളാവണം എന്ന് ആ ഒരു വീഡിയോ ഞാൻ തന്നെ അത് ഏകദേശം 15ഓളം പ്രാവശ്യം ഞാൻ എടുത്ത ക്ലാസ് കേട്ടിട്ടുണ്ട്. കാരണം ഓരോ ക്ലാസ് അത് കേൾക്കുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ തന്നെ അത് പല പ്രാവശ്യം കേട്ട് ഞാൻ തന്നെ മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് നിങ്ങളൊന്ന് ഓർമ്മിക്കാം. അതുകൊണ്ട് എ സൈഡും ബി സൈഡും നമ്മുടെ തന്നെയാണ്. നമ്മുടെ ഇടത് കൈയും വലത് കൈയും നമ്മുടെ തന്നെയല്ലേ അല്ലെ? നമ്മുടെ തലയ്ക്ക് ഈ ഇടത് കൈയും വലത് കൈ വരെ പോലെയാ. ഇടത് കൈ ഒരു മുള്ളു കൊണ്ടാലും വലത് കൈയിൽ ഒരു മുണ്ട് കൊണ്ടാലും നമുക്ക് വേദനിക്കും. അതുകൊണ്ട് ഇത് രണ്ടും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. അതുകൊണ്ട് എ സൈഡില് പല ആൾക്ക് എ സൈഡിൽ കടലുമാരി അല്ലെ, കടലിലെ വെള്ളം പോലെയുള്ള പി വി ഉണ്ട്. 22 ലക്ഷം 48 ലക്ഷം ഉള്ള പി വി ഉണ്ട്. എ സൈഡിലുള്ള ഈ പി വി അച്ചീവ്മെന്റ് ആവാൻ സഹായിക്കുന്നില്ല. എന്താ കാരണം? ബി സൈഡിനെ വളർത്തി കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ കാരണം അവനവൻ പഠിക്കാത്തതും അവനവൻ മനസ്സിലാക്കാത്തതും ലീഡേഴ്സിനെ എടുത്തു പോയി നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാത്തതും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതും നമ്മുടെ ചുരുങ്ങിയ അറിവ് കൊണ്ട് ആർസി ബിസിനസ്സിൽ ഡയമണ്ട് ആവാൻ സാധിക്കില്ല. ഡയമണ്ട് ആവാൻ ഉള്ള വഴിയിലൂടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി സിസ്റ്റം പാലിച്ച് ടീമിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. കാരണം വിഷയം ആ രീതിയിലായതുകൊണ്ടാണ്. ഇത് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരില്ല. ഇനിയും നമുക്ക് അവസരങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് എ സൈഡ് ബി സൈഡ് എന്ന് പറയുന്നത് ഈ 2 സൈഡും നമ്മൾ തന്നെ പ്രവർത്തിക്കുക. കാരണം ഈ 2 സൈഡിൽ നിന്നും ഒരുപക്ഷെ പി വി പർച്ചേസ് വോളിയം കൂടുമ്പോൾ നമുക്ക് പൈസ വരും. പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അംഗീകാരമാണ്. ആളുകൾ നമ്മളെ ബഹുമാനിക്കണം. ആളുകൾ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ നമ്മളെ ആളുകൾ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് പൈസ മാത്രം വന്നാൽ നമുക്കതൊന്നും കിട്ടില്ല. പൈസയ്ക്ക് അപ്പുറത്താണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വാല്യൂ ഉള്ള കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ നമുക്ക് പൈസയ്ക്കാണ് കുറവ്. പക്ഷെ പൈസ വരുമ്പോൾ അതെല്ലാം നമുക്ക് ആർസി പറയുന്ന എല്ലാ സന്തോഷവും നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രവർത്തനം അതിന്റെ രീതിയിൽ ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. ഒരു പക്ഷെ ആർസിം ആയതുകൊണ്ട് പൈസ കിട്ടും. പൈസയ്ക്ക് പിന്നാലെ കിട്ടേണ്ടതൊന്നും നമുക്ക് ആർസിമിൽ കിട്ടാതെ പോകും. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ടീമിനെ കെയർ ചെയ്ത് നമ്മുടെ ലീഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടി നല്ലൊരു ടീമിനെ വളർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. GRCM, ഗുഡ് RCM. സാർ താങ്ക് യു സാർ. ഒന്ന് സാറിനൊന്ന് വിളിച്ചോളൂ.